എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, ജനന സമയത്ത് തന്നെ ഓരോരുത്തരുടെയും ഉള്ളിൽ സൃഷ്ടാവായ ദൈവം അവരവരുടേതായ ആ സ്വഭാവ സവിശേഷതകൾ അവരവർക്ക് ദൈവാനുഗ്രഹമായി ലഭിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ദൈവം കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു അടിസ്ഥാനത്തിൽ ഉറപ്പായിട്ടും പറയാൻ സാധിക്കും, നമ്മുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ചില സ്വഭാവ സവിശേഷതകളാണ് നമ്മൾ ഓരോരുത്തരുടെയും ഭാവി അത് എങ്ങനെയായി തീരുമെന്ന് കൃത്യമായി നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ചും ഈ തൊടുകുറി ശാസ്ത്രത്തിൻ്റെ പിൻഫലത്തോടു കൂടി നിങ്ങളുടെ ഇനിയുള്ള നാളുകളിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഭാഗ്യമാണോ അതോ കഷ്ടകാലമാണോ എന്ന് കൃത്യമായി പറയാൻ സാധിക്കും. ഈ തൊടുകുറി വിശകലനത്തിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 3 വ്യത്യസ്ത ആകൃതിയിലുള്ള വിളക്കുകളാണ്. ഈ 3 വിളക്കുകളിൽ നിന്നും നിങ്ങളുടെ മനസ്സിനെ ആകർഷിക്കുന്ന ആ ഒരു വിളക്ക് ഏതാണോ അതാണ് നിങ്ങൾ ഇതിൽ നിന്നും തിരഞ്ഞെടുക്കേണ്ടത്. വാസ്തവം പറഞ്ഞാൽ ഇതിലെ ഈ ഫലപ്രവചനങ്ങൾ നിങ്ങളുടെ നിത്യജീവിതത്തിലെ ഒരു നിയന്ത്രണ രേഖ എന്ന നിലയിലും നിങ്ങൾക്ക് കണക്ക് കൂട്ടാം. പറയാൻ കാരണം, ഈ ഫലം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്തെല്ലാം നിയന്ത്രണങ്ങൾ കൊണ്ടുവരണമെന്ന് ഏകദേശം ഒരു ധാരണയുണ്ടായിത്തീരും. അപ്പോൾ ഇത്രയും സമയം കൊണ്ട് ഈ 3 വിളക്കുകളിൽ നിന്നും നിങ്ങളുടെ മനസ്സിൻ്റെ അഭിരുചിക്കുതകുന്ന ഒരു വിളക്ക് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഏറ്റവും ആദ്യം ഈ 3 വിളക്കുകളും നമ്മൾ തൊടുകുറി ഫലത്തിലേക്ക് ആഡ് ചെയ്തപ്പോൾ അതിൽ നിന്നും കിട്ടിയ ഫസ്റ്റ് ഇംപ്രഷൻ റിസൾട്ട് എന്താണ് എന്ന് ചുരുക്കിയൊന്ന് പറയാം. അതിനുശേഷം ഓരോന്നിലേക്കും വിശദമായി നമുക്ക് കടന്നു പോകാം. ഒന്നാമത്തെ വിളക്ക് സെലക്ട് ചെയ്തവരുടെ ഫലം ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ ഗുണദോഷ സമ്മിശ്രം. അതായത് ഇവർക്ക് അല്പം വൈകിയാണ് സൽബുദ്ധി ഉദിക്കുന്നത്, എന്നാലും കാര്യങ്ങൾ നടന്നു കിട്ടാതിരിക്കില്ല. അതിന് രണ്ടാമത്തെ വിളക്ക് തിരഞ്ഞെടുത്തവർക്ക് ശോഭനമായ ഭാവി. പറയാൻ കാരണം, ഇവർക്ക് സദ്ബുദ്ധിക്ക് പകരം കുരുട്ടുബുദ്ധിയാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായും ജീവിതം വിജയിച്ചിരിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അതിന് അടുത്തത് മൂന്നാമത്തെ വിളക്ക് തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഫലം ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ കഷ്ടകാലം. അതുകൊണ്ട് തന്നെ ദുർബുദ്ധിയാണ് ഇവരെ പിടികൂടിയിരിക്കുന്നത്. അതായത് സ്വന്തം മുഖത്തെ കരി സ്വയം അവരവർക്ക് കാണാൻ സാധിക്കില്ല എന്ന് പറയുന്ന ആ ഒരവസ്ഥ. ഇനി നമുക്ക് ഓരോ വിളക്കും തിരഞ്ഞെടുത്ത ആളുകളുടെ വിശദമായ തൊടുകുറി ഫലങ്ങളിലേക്ക് കടന്നു പോകാം. അതിനു മുൻപ് നിങ്ങളുടെ ഇഷ്ടദൈവത്തോടുള്ള നിങ്ങളുടെ പ്രാർത്ഥന അത് താഴെ മെസ്സേജ് രൂപത്തിൽ നിങ്ങൾക്ക് എഴുതി ചേർക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് അങ്ങനെയാകാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചേർക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിന് നല്ലൊരു ഉണർവും ഉന്മേഷവും ലഭിക്കുന്നതായിരിക്കും. ശരി. അപ്പോൾ ഏറ്റവും ആദ്യം 1-ാം നമ്പർ തൂക്കുവിളക്ക് തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. നിങ്ങളുടെ മനസ്സിൻ്റെ അഭിരുചി പോലെ തന്നെ തൂക്കുവിളക്ക് തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു കാരണം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാലൻസ് നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരാണ്. അതെന്തുകൊണ്ടെന്നാൽ മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും ശരി, അത് അവരാ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ, അല്ലെങ്കിൽ എനിക്ക് അവരാ പറഞ്ഞതിൽ നിന്നും എന്ത് ലാഭമുണ്ട് എന്ന് ചിന്തിച്ച് തീരുമാനമെടുത്ത് പ്രവർത്തിക്കുന്നവരാണ് നിങ്ങളിൽ ഭൂരിഭാഗവും. എന്നാലും നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ സധൈര്യം നേരിടാനുള്ള ആ ഒരു കരുത്ത്, ആ ഒരു മനക്കരുത്ത് നിങ്ങൾക്കില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ പറഞ്ഞ പോലുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ ഈശ്വര സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് നിങ്ങളതിനെ മറികടക്കുന്നത്. അപ്പോൾ ഈ ഒരൊറ്റ കാരണത്താൽ നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട് എന്ന് തന്നെ സമ്മതിച്ചു തരേണ്ടിയിരിക്കുന്നു. എന്നാൽ ഈ പറഞ്ഞതുപോലെ മാനസിക ദൗർബല്യം കൊണ്ട് പല സന്ദർഭങ്ങളിലും നിങ്ങൾ സൈലൻ്റായി പോകുന്നത് കാരണം നിങ്ങൾക്ക് അർഹതപ്പെട്ടത് നഷ്ടപ്പെടുന്ന അവസ്ഥയും നിങ്ങൾക്ക് കൂടെ ഉണ്ടാകാറുണ്ട്. എന്നാലും ആദ്യം പറഞ്ഞതുപോലെ വളരെ വലിയ ഉൾക്കാഴ്ച നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ മറ്റുള്ളവർ നിങ്ങളെ തളർത്താൻ ശ്രമിച്ചാലും ദൈവത്തിലുള്ള നിങ്ങളുടെ അടിയുറച്ച വിശ്വാസം നിങ്ങളെ ആ വീഴ്ചയിൽ നിന്നും കൈ പിടിച്ചുയർത്തുന്നതായിരിക്കും. അതിന് നിങ്ങൾ ഭാവിയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു നിർദ്ദേശം ഇവിടെ പറയാനുള്ളത്, ജോലിസ്ഥലത്തോ കുടുംബത്തിലോ ഒരു തർക്കമുണ്ടായാൽ ആരുടെയും പക്ഷം പിടിക്കാതെ നീതിയുടെ ഭാഗത്ത് നിൽക്കാനായിരിക്കും നിങ്ങളെപ്പോഴും ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ചിലർക്ക് നിങ്ങളോട് എതിർപ്പ് തോന്നാമെങ്കിലും ഒടുവിൽ എല്ലാവരും നിങ്ങളുടെ വാക്കിന് വില നൽകുന്ന ആ ഒരു അനുഭവമാണ് നിങ്ങൾക്കുള്ളത്. എന്നാൽ ഇനി മുതൽ
നിങ്ങൾക്ക് എന്ത് നേട്ടമുണ്ടോ ആ പക്ഷത്തായിരിക്കണം നിങ്ങൾ നിൽക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തൊട്ടതെല്ലാം പൊന്നാകുന്നൊരു ഭാവിയായിരിക്കും നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് 1-ാം നമ്പർ തൂക്കുവിളക്ക് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് ഇവിടെ പറയാനുള്ളത്. ഇനി അടുത്തത് 2-ാമത്തെ വിളക്കായ മാജിക് ലാമ്പ് തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. നിങ്ങളുടെ മനസ്സിൻ്റെ അഭിരുചിക്കനുസരിച്ച് നിങ്ങൾ ഈ വിളക്ക് തന്നെ ചൂസ് ചെയ്തതുകൊണ്ട് ഒരു കാര്യം ഇവിടെ നിസ്സംശയം പറയാൻ സാധിക്കും. നിങ്ങൾ വെറുതെ സ്വപ്നം കാണുന്നവരല്ല, മറിച്ച് സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബുദ്ധിപൂർവം ചിന്തിക്കുന്നവരാണ്. പറയാൻ കാരണം, നിങ്ങളൊരു കാര്യം തുടങ്ങുന്നതിന് മുൻപ് അതിൻ്റെ ലാഭനഷ്ടങ്ങൾ എങ്ങനെയായിരിക്കും അനുഭവത്തിലേക്ക് വരുന്നത് എന്ന് നിങ്ങൾ 10 വട്ടം ചിന്തിക്കും. പ്രത്യേകിച്ചും ഒരു വസ്തുവിന് നിങ്ങൾ ഊഹിച്ച് ഒരു വില പറയുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഊഹം വളരെ കൃത്യമായിരിക്കും. ഇത് അല്പം അതിശയോക്തി കലർത്തി പറയുകയാണെങ്കിൽ ദൈവം തമ്പുരാന് പോലും ഇത്ര കൃത്യമായി ഊഹിച്ച് ആ ഒരു വസ്തുവിന് വില നിശ്ചയിക്കാൻ സാധിക്കില്ല. അതുമാത്രവുമല്ല, വൈകാരികമായി തീരുമാനങ്ങൾ എടുക്കാതെ ബുദ്ധിക്ക് മുൻഗണന നൽകുന്നവരാണ് നിങ്ങൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇടപെടുന്ന കാര്യങ്ങളിലെല്ലാം അതിൻ്റെ ഫൈനൽ റിസൾട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഉരുത്തിരിഞ്ഞു വരുന്നത് തികച്ചും സ്വാഭാവികമാണ്. ഇനി നിങ്ങൾ ഭാവിയിൽ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ആ ഒരു തൊടുകുറി നിർദ്ദേശമായിട്ട് ഇവിടെ പറയാനുള്ളത്, ഒരു ബിസിനസ് തുടങ്ങുകയോ അല്ലെങ്കിൽ വീട് വയ്ക്കുകയോ പോലുള്ള വലിയ കാര്യങ്ങളിൽ മറ്റുള്ള ആളുകൾ എടുത്തു ചാടി പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ പ്ലാൻ അത് കൃത്യമായി പഠിച്ച് അതിൽ നിന്നും തത്സമയം ലഭ്യമാകുന്ന അനുഭവങ്ങളിലൂടെ പടിപടിയായി മുന്നേറുന്നു. ഈ സൂക്ഷ്മത കൂടുതൽ കൃത്യതയോടുകൂടി വീണ്ടും നിങ്ങൾക്ക് നിലനിർത്താൻ ആയാൽ പിന്നെ നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല. പറയാൻ കാരണം, ഈ കൃത്യത ഒന്നുകൊണ്ട് തന്നെ വളരെ ശോഭനമായ ഒരു ഭാവി നിങ്ങളുടെ മുൻപിലേക്ക് ഉരുത്തിരിഞ്ഞു വരുന്നതായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഈ ഭാഗ്യം നിങ്ങളെ തേടി വരുന്നത് നിങ്ങളുടെ ആ ചിന്തിച്ചുള്ള നീക്കങ്ങളിലൂടെ ആയിരിക്കും എന്ന് തന്നെയാണ് ഇവിടെ ഫൈനലായിട്ട് പറയാൻ സാധിക്കുക. ഇനി അടുത്തത് 3-ാമത്തെ വിളക്കായ നിലവിളക്ക് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ നിലവിളക്ക് തിരഞ്ഞെടുത്തതുകൊണ്ട് തന്നെ യാതൊരുവിധ സംശയത്തിനും ഇടയില്ലാതെ പറയാനുള്ളത്, നിലവിൽ നിങ്ങളുടെ മനസ്സ് അല്പം അസ്വസ്ഥതയുള്ള പരിതസ്ഥിതിയിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപൂർവം ചില സമയങ്ങളിൽ ഈ അസ്വസ്ഥതയ്ക്ക് ഒരു വ്യക്തമായ കാരണം ഉണ്ടായേക്കാം. എന്നാൽ ഭൂരിഭാഗം സമയങ്ങളിലും നിങ്ങളുടെ മനസ്സിൻ്റെ അസ്വസ്ഥതയ്ക്ക് വ്യക്തമായൊരു കാരണം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത്, എൻ്റെ മനസ്സിന് എന്താണെന്നറിയില്ല, ഈയിടെയായി ഒരു ഉന്മേഷവുമില്ല, എപ്പോഴും ഒരു മ്ലാനത അനുഭവപ്പെടുന്നു. ഈ ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ളത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് കൃത്യമായി പറഞ്ഞാൽ, അതായത് ഇവിടെ തൊടുകുറി ഫലപ്രകാരം കാണുന്നത് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ചിന്തകളിൽ ഒട്ടുമിക്കപ്പോഴും നെഗറ്റീവായ കാര്യങ്ങൾ കടന്നുകൂടുന്നുണ്ട്. അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കാൻ കഴിയാത്തൊരു ദുർബുദ്ധി അല്ലെങ്കിൽ ആ ഒരു ആശയക്കുഴപ്പം നിങ്ങളെ വിടാതെ പിടികൂടിയിരിക്കുന്നു. അതിനൊരു ഉദാഹരണം പറയാമോ എന്ന് ചോദിച്ചാൽ, എളുപ്പ വഴിയിൽ പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് വഴിയോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകൾ വഴിയോ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കുന്നതും കൂടി നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നിങ്ങൾക്ക് ഓൾറെഡി സംജാതമായിരിക്കുന്നത്. അതായത് മാനഹാനിയും സംഭവിക്കും, അതോടൊപ്പം ധനനഷ്ടവും സംഭവിക്കും. അതിനെ തുടർന്ന് കഷ്ടകാലവും ആരംഭിക്കുന്നത് സ്വാഭാവികമായിരിക്കും. ഈ കഷ്ടകാലം ആരംഭിച്ചാൽ പിന്നെ നിങ്ങൾ ചെയ്യുന്ന ഒട്ടുമിക്ക കാര്യങ്ങളെല്ലാം അത് പാതി വഴിയിൽ തടസ്സപ്പെടുന്ന അവസ്ഥ നിങ്ങൾക്ക് തീർച്ചയായും അനുഭവത്തിലേക്ക് വരുന്നതായിരിക്കും. ഇതാണ് ഈ പറഞ്ഞ ഈ ദുർബുദ്ധി ഹേതുവായിട്ട് നിങ്ങൾക്കിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങളുടെ നിത്യജീവിതത്തിലൂടെ ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നതിൻ്റെ ആ ഒരു നേർചിത്രമാണ് ഇപ്പോൾ ഈ തൊടുകുറി ശാസ്ത്രഫലമായിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ആ കിട്ടിയ കാര്യങ്ങളാണ് ഈ പറഞ്ഞതും. ഇനി നിങ്ങളുടെ ഭാവിയിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ആ ഒരു നിർദ്ദേശം ഇവിടെ പറയാനുള്ളത്, നിങ്ങളുടെ ഇപ്പോഴുള്ള ജീവിതാവസ്ഥ ഇതൊരു വലിയ കഷ്ടകാലത്തിൻ്റെ സൂചനയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ഈശ്വര ചിന്തയും വഴിപാടുകളും നിങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്.
അതുകൊണ്ട് തന്നെ ആഴ്ചയിലെ ചൊവ്വാഴ്ച ദിവസവും വെള്ളിയാഴ്ച ദിവസവും നിങ്ങളുടെ ഇഷ്ട ദൈവത്തിന് വഴിപാടുകൾ കഴിക്കുന്നതും, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു പൂജാമുറി ഉണ്ടാക്കി അവിടെ കിഴക്കോട്ട് നോക്കി ചമ്രം പടിഞ്ഞിരുന്നുകൊണ്ട് ദൈവത്തെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അതോടൊപ്പം വീട്ടിലേക്ക് പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ നിത്യവും സന്ധ്യാസമയങ്ങളിൽ നിലവിളക്ക് കൊളുത്തി ഉച്ചത്തിൽ സന്ധ്യാനാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നതും നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും എന്നാണ് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പ്രതിവിധിയിലൂടെ നിങ്ങളുടെ ദുർബുദ്ധിയെ മാറ്റി നല്ല ചിന്തകൾ നിങ്ങൾക്ക് വളർത്തിയെടുക്കാനായാൽ ഈ കഷ്ടകാലത്തെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മറികടക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മൂന്നാമത്തെ നമ്പറായി നിലവിളക്ക് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.